സമാപന സമ്മേളനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വാർഷിക സമ്മേളനത്തിൽ 30,000 സ്ഥിരം പ്രതിനിധികളാണ് സംബന്ധിച്ചത്. 11 സെഷനുകളിലായി നടന്ന സമ്മേളനത്തിൽ കാലിക പ്രസക്തമായ 33 പ്രമേയങ്ങൾ ചർച്ച ചെയ്തു. ആരംഭങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസിയുടെ ഉദ്ബോധന പ്രസംഗത്തോടെയാണ് സമാപന സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് നടന്ന മുഅല്ലിം സംഗമം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി കൂരിയാട് ഉദ്ഘാടനം ചെയ്തു. ഓണംപള്ളി മുഹമ്മദ് ഫൈസി, പുറങ്ങ് മൊയ്തീൻ, കോട്ടപ്പുറം അബ്ദുള്ള മാസ്റ്റർ തുടങ്ങിയവർ സംഗമത്തിൽ ക്ലാസുകൾ എടുത്തു. വൈകുന്നേരം നടന്ന സമാപന പൊതുസമ്മേളനം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ആശയപരമായ വ്യത്യസ്ത നിലപാടുകൾ സമുദായ ഐക്യത്തെ ബാധിക്കരുതെന്നും എല്ലാ വിശ്വാസികളും മുസ്ലിം സമുദായത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കണമെന്നും തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്തു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ഓരോ മുസ്ലിമിനും ബാധ്യതയുണ്ടെന്നും പാണക്കാട് തങ്ങൾ പറഞ്ഞു. തീവ്രവാദത്തിന്റെ വഴിയും നബി തിരുമേനിയുടെ പേരിൽ കൊണ്ടുവന്ന വ്യാജമുടിയും ഉപയോഗപ്പെടുത്തി ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെ സമസ്ത പ്രതിരോധിക്കുമെന്നും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ചടങ്ങിൽ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷനായിരുന്നു. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, ഖത്തർ ഇസ്ലാമിക് കോടതി ചീഫ് ജസ്റ്റിസ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലു മുഹമ്മദ്, മന്ത്രിമാരായ പി.കെ. കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ്, കേന്ദ്രമന്ത്രി ഇ. അഹമ്മദ്, എം.എ. യൂസഫ് അലി, പി. ഇബ്രാഹിം തുടങ്ങിയവരും പങ്കെടുത്തു. 4 ദിവസങ്ങളായി വേങ്ങര കൂരിയാട് നടന്ന കേരള ജമിയത്തുൽ ഉലമയുടെ 85ാം വാർഷിക സമ്മേളനത്തിന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്.